സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 17 സൈനികർ തന്നെയെന്ന് പ്രതിരോധ മന്ത്രാലയം. 20 സൈനികർ എന്ന പ്രസ്താവന തിരുത്തി. സൈനിക കേന്ദ്രത്തിലെ ഭീകരാക്രമണം അന്വേഷിക്കാൻ NIA സംഘം കശ്മീരിലെത്തും. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ സാർക്ക് ഉച്ചകോടി റദ്ദാക്കി. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ ആരോപണം പാകിസ്ഥാൻ നിഷേധിച്ചു. തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം ഇപ്പോൾ വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. ഒപ്പം വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കാനും സർക്കാർ തീരുമാനിച്ചു. തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ അടിയന്തര സൈനിക നടപടി വേണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ്, റോ, BSF, CRPF DGമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ സൈനിക കേന്ദ്രം സന്ദർശിച്ച പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ റിപ്പോർട്ട് കൈമാറി. പ്രാദേശികമായ സഹായങ്ങൾ ഭീകരർക്ക് ലഭിച്ചതായാണ് കണ്ടെത്തൽ. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തര, പ്രതിരോധ, വിദേശകാര്യ, ധനകാര്യ മന്ത്രിമാരോട് ചർച്ച നടത്തി. NIAയോട് ഉടൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. എങ്കിലും ഉടൻ പ്രത്യാക്രമണം നടത്തേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. അതിർത്തിയിലെ ചെറിയ ആക്രമണങ്ങൾ പോലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ കനത്ത ആക്രമണമായി മാറാനാണ് സാധ്യതയെന്ന് വിലയിരുത്തിയാണ് ഈ തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പകരം വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാണ് തീരുമാനം. UN ജനറൽ അസംബ്ലിയിൽ പാക് നിലപാടിലെ അമർഷം ഇന്ത്യ അറിയിക്കും. പഞ്ചാബ്, ഗുജറാത്ത് അതിർത്തി മുതൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും കൂടുതൽ സൈനികരെ വിന്യസിക്കും. ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച 17 സൈനികർക്കും രാജ്യം ആദരാഞ്ജലി അർപ്പിച്ചു. അതേസമയം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന ഇന്ത്യയുടെ ആരോപണം പാകിസ്ഥാൻ തന്നെ നിഷേധിച്ചു. കാശ്മീർ സംഘർഷം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ നടത്തുന്ന ആരോപണങ്ങൾ മാത്രമാണിതെന്ന് പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉറിയിലെ സൈനിക കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ ഭീകരർക്ക് വഴിയൊരുക്കിയത് സൈനിക കേന്ദ്രത്തിലെ തകർന്ന കമ്പിവേലിയും നിയന്ത്രണ രേഖയിലെ സൈനികരുടെ ജാഗ്രത കുറവും. ക്യാമ്പിൽ പുറംജോലിയിലുണ്ടായിരുന്ന ആൾ ക്യാമ്പിനകത്തെ വിവരങ്ങൾ ഭീകരർക്ക് കൈമാറിയതായാണ് വിവരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച റിപ്പോർട്ടിലും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. സാധാരണയുള്ള പ്രവർത്തന രീതിയിലാണ് 4 ജെയ്ഷെ മുഹമ്മദ് ഭീകരരും രാജ്യത്ത് ഏറ്റവും തന്ത്രപ്രധാന സുരക്ഷയുള്ള സൈനിക കേന്ദ്രത്തിലെത്തിയത്. നിയന്ത്രണ രേഖയിൽ കാവൽ നിന്നവരുടെ ജാഗ്രത കുറവ് കാരണം ഭീകരർക്ക് വേഗം ലക്ഷ്യസ്ഥാനത്തെത്താനായി. ഉറിക്ക് സമീപം സൈനിക കേന്ദ്രത്തിൽ നിന്ന് അധികം അകലെയല്ലാത്തിടത്താണ് 4 ഭീകരരും നിയന്ത്രണ രേഖ മുറിച്ചു കടന്നത്. പിന്നീട് സൈനിക കേന്ദ്രത്തിലെ കമ്പിവേലി മുറിച്ചു കടന്നാണ് ഭീകരർ കേന്ദ്രത്തിനകത്ത് കടന്നത്. ഈ കമ്പിവേലി കൃത്യമായി നന്നാക്കാതിരുന്നത് ഭീകരർക്ക് സൈനിക കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കുന്നതിന് വഴിയൊരുക്കി. ക്യാമ്പിൽ പുറംജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളുടെ സഹായം ഭീകരർക്ക് ലഭിച്ചിരുന്നുവെന്ന സൂചനയും സൈന്യത്തിന് ലഭിച്ചു. സൈനിക കൂടാരങ്ങൾ എവിടെയൊക്കെയുണ്ടെന്നും ഏതൊക്കെ കൂടാരങ്ങളിൽ സൈനികർ ഉണ്ടെന്നുമുള്ള വിവരങ്ങൾ ഇയാൾ നൽകിയിട്ടുണ്ടെന്നാണ് സൈന്യത്തിന് ലഭിച്ച സൂചന. ഈ വീഴ്ച ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്താനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാവേരി നദിയിൽ നിന്നും തമിഴ്നാടിന് 3000 ക്യൂസെക്സ് ജലം പ്രതിദിനം നൽകാൻ കാവേരി മേൽനോട്ട സമിതി നിർദ്ദേശം നൽകി. ബുധനാഴ്ച മുതൽ 30-ാം തീയതി വരെ ജലം നൽകണം. കർണാടകയും തമിഴ്നാടും നൽകിയ ജലസ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് മേൽനോട്ട സമിതിയുടെ തീരുമാനം. 12,000 ക്യൂസെക്സ് ജലം തമിഴ്നാടിന് നൽകാൻ നേരത്തെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. കാവേരി നദീജല വിതരണത്തിന് മേൽനോട്ടം വഹിക്കാൻ നേരത്തെ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയാണ് കാവേരി മേൽനോട്ട സമിതി. കാവേരി ജലത്തിന്റെ ഉപഭോഗം, കാവേരി തടങ്ങളിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെയുണ്ടായ മഴയുടെ അളവ്, ഇവയുടെ വ്യതിയാനം തുടങ്ങിയവയെക്കുറിച്ച് കർണാടകയും തമിഴ്നാട് നൽകിയ വിവരങ്ങൾ പരിശോധിച്ചാണ് വിട്ടു നൽകേണ്ട ജലത്തിന്റെ അളവ് മേൽനോട്ട സമിതി തീരുമാനിച്ചത്. ഇതുപ്രകാരം പ്രതിദിനം 3000 ക്യൂസെക്സ് ജലം കർണാടകം കാവേരിയിൽ നിന്നും തമിഴ്നാടിന് വിട്ടു നൽകണം. 11 ദിവസത്തേക്കാണ് ജലം നൽകേണ്ടത്. ജലത്തിന്റെ അളവ് കുറച്ചത് തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ സുപ്രീം കോടതി 12,000 ക്യൂസെക്സ് ജലം തമിഴ്നാട് നൽകാൻ ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ഇതിൽ പരാതികളുണ്ടെങ്കിൽ കാവേരി മേൽനോട്ട സമിതിയെ സമീപിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. സുരക്ഷ മുൻനിർത്തി കർണാടക, തമിഴ്നാട് അതിർത്തി ഭാഗങ്ങളിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരളത്തിൽ RSSും BJPയും വ്യാപക ആക്രമണം അഴിച്ചുവിടുകയാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇത് മറച്ചുവെക്കാൻ ഇടതുപക്ഷത്തിനെതിരെ BJP വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ദില്ലിയിൽ ചേർന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം 6 കർമ്മ പരിപാടികൾക്കും രൂപം നൽകി. In Kerala, for instance, the RSS BJP mounted an all over the state attack against the CPIM and its cadre. We've lost 4 comrades already in these attacks. Many are seriously injured.
കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പൊതുജന പ്രക്ഷോഭം ആരംഭിക്കാൻ കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. വർഗീയ ഫാസിസത്തിനെതിരെ ജനാധിപത്യ മതേതര കൂട്ടായ്മ സംഘടിപ്പിക്കും. ദളിത് വിഭാഗങ്ങളെ യോജിപ്പിച്ച് ശക്തിപ്പെടുത്താൻ പദ്ധതി. അമേരിക്കൻ നയങ്ങൾക്ക് മോദി സർക്കാർ കീഴ്പ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധമുയർത്തും. കാശ്മീർ വിഷയം കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചാരണങ്ങൾ നടത്തും. ഒക്ടോബർ വിപ്ലവത്തിന്റെ ശതാബ്ദി 1 വർഷം നീണ്ട പരിപാടികളോടെ ആഘോഷിക്കാനും കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. 6 calls for observation. One is intense campaigns, rallies and protests against the growing burdens of the people because of this deteriorating economic conditions. Second, to organize a campaign on the Kashmir situation all across the country. ഗോവിന്ദചാമിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ കേരള സർക്കാർ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുന്നതായി പറഞ്ഞ സീതാറാം യെച്ചൂരി വധശിക്ഷ വേണ്ടെന്ന പാർട്ടി നിലപാടിനെ സൗമ്യ കേസുമായി കൂട്ടിയോജിപ്പിക്കേണ്ടെന്നും വ്യക്തമാക്കി. RSSന്റെ ഫാസിസ്റ്റ് നയങ്ങൾ ശാസ്ത്രീയമായി നടപ്പിലാക്കുകയാണ് BJP എന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. മുൻ ധനമന്ത്രി KM മാണിയെ വിജിലൻസ് ചോദ്യം ചെയ്തു. ചിങ്ങവനത്തെ സ്വകാര്യ ബാറ്ററി നിർമ്മാണ യൂണിറ്റിന് നികുതി ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ചോദ്യം ചെയ്തത്. സെപ്റ്റംബർ 13-ന് നാട്ടകം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തിയാണ് മാണിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. വിജിലൻസ് കോട്ടയം ഡിവൈഎസ്പി അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യൽ 3 മണിക്കൂറോളം നീണ്ടുനിന്നു. ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലെഡ് പൗഡർ ഉണ്ടാക്കുന്ന കോട്ടയം കുറിച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തെ വഴിവിട്ട് സഹായിച്ചതിലൂടെ 1.66 കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടായതായി വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. ഈ കമ്പനിക്ക് മുൻകാല പ്രാബല്യത്തോടെ നികുതി ഇളവ് നൽകുകയായിരുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി KM മാണിയെ നാട്ടകം ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യൽ 3 മണിക്കൂറോളം നീണ്ടു. സൂപ്പർ പിഗ്മെന്റ്സ് ഉടമ ബെന്നി എബ്രഹാമിനെയും കേസിൽ പ്രതി ചേർത്തു. ഇയാളെ അടുത്ത ദിവസം തന്നെ വിജിലൻസ് ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മന്ത്രി കെ ബാബുവിനെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിജിലൻസ് പിടിച്ചെടുത്തു. പരിശോധനയ്ക്ക് മുമ്പ് ബാബുവിന്റെ പേരിലുള്ള ലോക്കർ കാലിയാക്കിയതായി ദൃശ്യങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി. ബാബുവിന്റെ ഭാര്യ ലോക്കറിന് സമീപത്തേക്ക് നീങ്ങുന്നതും ലോക്കറിൽ നിന്നും സാധനങ്ങൾ എടുത്ത് തിരികെ വരുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ട്. ഈ മാസം 3-ന് ബാങ്ക് ലോക്കറുകൾ വിജിലൻസ് പരിശോധിക്കുന്നതിന് മുൻപായി ലോക്കറുകളിൽ നിന്നും സാധനങ്ങൾ മാറ്റിയതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബാങ്കിലെ ലോക്കർ രേഖകളും CCTV ദൃശ്യങ്ങളും പിടിച്ചെടുത്ത് വിജിലൻസ് പരിശോധിച്ചത്. കഴിഞ്ഞ മാസം 10-ന് ലോക്കർ തുറന്നതായി ലോക്കർ രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് അന്നേ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ വിജിലൻസ് ബാങ്ക് അധികൃതരിൽ നിന്നും പിടിച്ചെടുത്തത്. ബാബുവിൻ്റെ ഭാര്യ ലോക്കറിന് സമീപത്തേക്ക് നീങ്ങുന്നതും ലോക്കറിനുള്ളിലുണ്ടായിരുന്ന വസ്തുക്കളുമായി തിരികെ വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ബാങ്ക് കൗണ്ടറിന് സമീപമുള്ള ക്യാമറയിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. ദൃശ്യങ്ങൾ അവ്യക്തമായതിനാൽ മാറ്റിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടില്ല. തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലെ SBT ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചത്. തൃപ്പൂണിത്തുറയിലെ തന്നെ വടക്കേക്കോട്ട ജംഗ്ഷനിലെ SBI ശാഖയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിജിലൻസ് ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 ശാഖകളിലും ഈ മാസം 3-ന് നടത്തിയ പരിശോധനകളിൽ ബാബുവിൻ്റെ ലോക്കറുകളിൽ നിന്നും കാര്യമായൊന്നും ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ലോക്കർ അവസാനമായി തുറന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ വിജിലൻസ് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുറ്റ്യാടി അപകടത്തിൽ മരിച്ചവർക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മരുന്തോങ്കര കോതോട്ടെ പൊതുദർശനത്തിന് ശേഷം പാർക്കൽ രജീഷ്, ഷൈജൻ എന്നിവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. അക്ഷയരാജിന്റെ സംസ്കാരം നാളെയാണ്. കുറ്റ്യാടിയിലെ മരുതോങ്കര കോതോടായിരുന്നു പൊതുദർശനം. 100 കണക്കിന് പേരാണ് അന്ത്യോപചാരമർപ്പിക്കാൻ കോതോടെത്തിയത്. പ്രിയ സുഹൃത്തുക്കളുടെ മൃതദേഹം കണ്ടതോടെ മരുതോങ്കര അക്ഷരാർത്ഥത്തിൽ വിങ്ങിപ്പൊട്ടി. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി 3 മണിയോടെയാണ് മൃതദേഹങ്ങൾ ജന്മദേശത്തെത്തിച്ചത്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, E ചന്ദ്രശേഖരൻ, TP രാമകൃഷ്ണൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരും മൃതദേഹങ്ങൾക്ക് അന്ത്യാഭിവാദ്യമർപ്പിച്ചു. MLA മാർ, പൗരപ്രമുഖർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവരും അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തി. കോതോട്ടെ പൊതുദർശനത്തിനു ശേഷം പാറക്കൽ രജീഷിൻ്റെയും ഷൈജൻ്റെയും മൃതദേഹം വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിച്ചു. അക്ഷയരാജിൻ്റെ സംസ്കാരം ചൊവ്വാഴ്ച നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കടന്തപ്പുഴയിൽ കാണാതായ ആളുകൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇനിയും കണ്ടെത്താനുള്ള ആളുകളെ കണ്ടെത്താനായി പ്രത്യേക തെരച്ചിൽ സംഘത്തിന് രൂപം നൽകി. കാണാതായ 6 പേരിൽ 4 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചു.
നാട്ടുകാർ, പോലീസ്, അഗ്നിശമന സേന, ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവരുടെ കൂട്ടമായ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 6 പേരിൽ ഇനിയും കണ്ടെത്താനുള്ളവർക്കായി 4 വിഭാഗങ്ങളിലായി 11 പേരടങ്ങുന്ന തിരച്ചിൽ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. പൂഴിത്തോട് ചെറുകിട വൈദ്യുതി പദ്ധതിയുടെ താഴെഭാഗത്തായാണ് സംഘം തെരച്ചിൽ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരായ ടി.പി. രാമകൃഷ്ണൻ, എ.കെ. ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇ. ചന്ദ്രശേഖരൻ തുടങ്ങിയ മന്ത്രിമാർ തെരച്ചിൽ നിയന്ത്രിക്കാനായി സ്ഥലത്ത് എത്തിയിരുന്നു. പൂഴിത്തോട് വനമേഖലയിൽ മഴ പെയ്തത് ഏറെ നേരം തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു. കടന്ത്രപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിന് ഇത് സാധ്യതയുണ്ടാക്കുമെന്നും തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പും നൽകി. ചെമ്പനോട, സെൻട്രൽ മുക്ക്, പൂഴിത്തോട് ചെറുകിട വൈദ്യുത പദ്ധതി പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. അതിശക്തമായ മലവെള്ളപ്പാച്ചിലും പാറക്കെട്ടും ഇടയ്ക്കിടെ പെയ്ത മഴയുമാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമായി നിന്നത്. ഇനിയും കണ്ടുകെട്ടാനുള്ള ആളുകൾക്കായി തിരച്ചിൽ തുടരുമ്പോഴും രോഷാകുലനായി തന്നെ ഒഴുകുകയാണ് ഈ പുഴ. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. രണ്ടാം മാറാട് കലാപം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI കോടതിയെ അറിയിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതി ആരാഞ്ഞത്. 2003 മെയ് 2 നടന്ന മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സ്വദേശി കോളക്കാടൻ മൂസഹാജിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അന്വേഷണം ഏറ്റെടുക്കുന്നതിന് തയ്യാറാണെന്ന് 2 ആഴ്ച മുമ്പ് CBI ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനോട് കോടതി നിലപാട് ആരാഞ്ഞ സാഹചര്യത്തിലാണ് CBIക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാട് കോടതിയെ സംസ്ഥാന സർക്കാർ അറിയിച്ചത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുള്ള കേസ് CBIക്ക് കൈമാറുന്നതിൽ എതിർപ്പില്ല. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടും സർക്കാർ കോടതിയെ അറിയിച്ചു. കലാപത്തിന്റെ വിവിധ വശങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ജസ്റ്റിസ് തോമസ് പി ജോസഫ് അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷനും നിർദ്ദേശിച്ചിരുന്നു. മുൻപ് പല കോണുകളിൽ നിന്നുയർന്ന ആവശ്യം UDF സർക്കാരുകൾ പരിഗണിച്ചിരുന്നില്ല. LDF സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും കേന്ദ്രം ഭരിച്ചിരുന്ന UPA സർക്കാർ അന്ന് എതിർ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ ഭരണമാറ്റത്തോടെ CBI നിലപാട് പുനഃപരിശോധിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഇതോടെ മാറാട് കേസിൽ CBI അന്വേഷണത്തിനുള്ള സാധ്യത തെളിയുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യ വധക്കേസ് നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര പാളിച്ചകൾ സംഭവിച്ചതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വേണ്ട ജാഗ്രത പുലർത്താതിരുന്നതുമൂലമാണ് കേസ് പരാജയപ്പെട്ടതെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സൗമ്യ വധക്കേസിൽ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത നടപടി തികഞ്ഞ പരാജയമായിരുന്നു. സാധാരണഗതിയിൽ ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കാരണം സുപ്രീം കോടതിയിൽ ഒരു കേസ് പോസ്റ്റ് ചെയ്താൽ ആ വിവരം സെൻട്രൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹോം സെക്രട്ടറി അറിയിക്കണം. ഹോം സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ പ്രമാദമായ ഇത്തരം കേസുകളെ സംബന്ധിച്ച് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും കേസ് വാദിച്ച ഉദ്യോഗസ്ഥന്മാരെയും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഉന്നതതല യോഗം ചേരാറുണ്ട്. ഇത്തവണ ഞാൻ മനസ്സിലാക്കിയത് അത്തരമൊരു യോഗം ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തെ നടുക്കിയ പ്രമാദമായ സൗമ്യ വധക്കേസ് വളരെ ലാഘവത്തോടെയാണ് ഗവൺമെൻറ് കൈകാര്യം ചെയ്തത്. തിരുവനന്തപുരത്ത് വാഹന പരിശോധനയ്ക്കിടെ SIയെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരുക്കേറ്റ SI സതീഷ് കുമാറിനെ സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോ ICUവിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ബൈക്ക് യാത്രികരായ ഷിബു മാർക്കോസിനും മുഹമ്മദ് നൌഫിക്കുമെതിരെ പോലീസ് കേസെടുത്തു. പരിക്കേറ്റ ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ബൈക്കിൽ SI കയറി പിടിച്ചതാണ് അപകട കാരണമെന്ന് ബൈക്ക് യാത്രികർ പറഞ്ഞു. തിരുവനന്തപുരത്ത് തിരുവല്ലം വാഴാമുട്ടത്ത് കൺട്രോൾ റൂം വെഹിക്കിളിലെ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ബൈക്കിലെത്തിയ 2 പേർ പരിശോധനയ്ക്കായി ബൈക്ക് നിർത്താതെ പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. KL01 BQ 7446 എന്ന ആഷിഖിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്ക് എയർ ക്യാമ്പിലെ SI സതീഷ് കുമാറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. സതീഷ് കുമാറിനെ ഇടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് മറിഞ്ഞ് ബൈക്കിലുണ്ടായിരുന്ന 2 പേർക്കും പരിക്കേറ്റു. SIക്ക് ഗുരുതര പരിക്കേറ്റത് ശ്രദ്ധയിൽപ്പെട്ട ബൈക്കിലെ യാത്രികർ ബൈക്കുമായി സ്ഥലം വിടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതായി മനസ്സിലാക്കിയത്. വെട്ടുകാട് സ്വദേശിയായ 23 വയസ്സുള്ള ഷിബു മാർക്കോസാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. ഷിബുവിന് തലയ്ക്ക് പരിക്കേറ്റു. ബൈക്കിന് പുറകിലിരുന്ന വെട്ടുകാട് സ്വദേശി 20 വയസ്സുള്ള മുഹമ്മദ് നാഫിന് ഓർത്തോ വിഭാഗത്തിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഞങ്ങളുടെ വണ്ടി അവർ ഹാൻഡിൽ കയറി പിടിച്ചിട്ടാണ് വണ്ടിയുടെ ബാലൻസ് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ സൈഡിൽ കൂടെ ചുമ്മാ പോയേനെ. എല്ലാവരും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഒന്ന് ഒതുങ്ങി കൊടുത്ത് അപ്പോഴേക്കും ഞങ്ങൾ കണ്ടില്ല. 2 പേര് പെട്ടെന്ന് ചാടി കയറി വന്നിട്ട്
പെട്ടെന്ന് ആക്സിഡന്റ് ഓട്ടോമാറ്റിക്കലി ബാലൻസ് തെറ്റി ആക്സിഡന്റ് കൂടിയതാണ്. വണ്ടി എടുത്താൽ മതി. വണ്ടി പോലീസുകാരൻ്റെ ദേഹത്തോട് വീണതല്ല, അയാൾ കടന്ന് പിടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അയാൾ പിടിച്ച ദിശയിലോട്ട് വണ്ടി തിരിഞ്ഞു. അങ്ങനെയാണ് വണ്ടി നേരെ അവരെ നേരെ പോയത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഹാൻഡിൽ കയറി പിടിച്ചപ്പോഴേക്കും വണ്ടി നേരെ അവരെ നേരെയായി. അതേസമയം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സതീഷ് കുമാറിനെ ബൈപ്പാസിന് സമീപം സ്വകാര്യ ആശുപത്രിയിലെ ന്യൂറോ ഐസിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ SIയെ ബൈക്കിടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ ഷിബു, മുഹമ്മദ് നാഫി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.